ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കുന്നത്. ഒന്നാമതുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാക്കിങ് ഹൈറ്റ് കൂടിപ്പോയതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ഒരു പീസ് പൊന്തിപ്പോയത്. അപ്പോൾ നമ്മൾ പാക്കിങ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം കട്ട് ചെയ്തപ്പം സംഗതി സെറ്റായി. അപ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അണ്ടർ സീറ്റിങ്ങിൻ്റെ ഇട്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷേ അണ്ടർ സീറ്റിങ്ങിൻ്റെ ക്ലാമ്പ് നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൽക്കാലത്തിന് നാളെ ആയിരിക്കും നമ്മളെ ഈ വീഡിയോ ഇടുക. അപ്പോൾ ഇന്ന് തൽക്കാലത്തിന് നമ്മളെ ബ്രേക്ക് ലൈറ്റ് മാറ്റുന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളെ സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ ഈ അടിയത്തെ കളർ നോക്കണ്ട, ഇത് കുറേ അടിയത്തെ ബെൻഡ് പൈപ്പ് കുറേ അയക്കിന്, ഇത് കുറച്ചായിട്ടുള്ളൂ. അതാണ് ഇതിന് വേറെ കളറ്, ഇതിനും വേറെ കളറ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങാം. ബ്രേക്ക് ലൈറ്റിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മറ്റേ ഗ്രാബ് ഡെയിൽ കഴിക്കാം, എന്നിട്ട് നമ്പർ പ്ലേറ്റും ആദ്യം നമുക്ക് ഗ്രാബ് ഡെയിൽ വയ്ക്കാം. താക്കോലിൻ്റെ ആണ്. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് വയ്ക്കണം. ഇത് പുറത്തേക്ക് എടുത്ത് ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ് മാറ്റണം. ബ്രേക്ക് ലൈറ്റ് മാറ്റാൻ സുഖമാണ്. ഇവിടുത്തെ കണ്ടില്ലേ, ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ, ഇതും ഈ ഒരു ബോൾട്ടും അകത്തുള്ള ബോൾട്ടും ഉണ്ട്. അകത്തത്തെ ബോൾട്ടാണ്, ഇത് സ്റ്റാറാണ്. അതുകൊണ്ട് സുഖമാണ്, ബോൾട്ട് ആവുന്നത് സുഖമാണ്. മറ്റേ സ്റ്റാർ ആകുമ്പോഴാണ്, പക്ഷേ സ്റ്റാർ ആകുമ്പോൾ ചെറുതാണ്, മറ്റേ വലിയ സ്ക്രൂ ഡ്രൈവർ അല്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി ഊരാം. അങ്ങനെ നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ പ്രൈസ് എത്ര വെച്ച് കഴിഞ്ഞാൽ 850 ഉറുപ്പ്യാണ്. നമുക്ക് ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് പഴയത് നമുക്ക് ഊരിയിട്ട് പുതിയതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ബ്രേക്ക് ലൈറ്റ് കഴിച്ചെടുത്ത്, ബ്രേക്ക് ലൈറ്റിൻ്റെ കോലാണിത്. ഞാൻ വാങ്ങിയ പാടെ തന്നെ ഉള്ള ബ്രേക്ക് ലൈറ്റാണ്. ഇനി ഇത് പോട്ടെ, നമുക്ക് പുതിയതെടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഉള്ള ചെറുതൊക്കെ നമുക്ക് തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് പുതിയ ബ്രേക്ക് ലൈറ്റ് കയറ്റാം. അതിന് ചെറുങ്ങനെ തുടയ്ക്കാം. ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ് കയറ്റാം.
അപ്പോൾ ഞാൻ കുറച്ച് നേരം കൺഫ്യൂഷനായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കിലേക്ക് വീണില്ല. ഇപ്പോൾ ലോക്കിലേക്കൊക്കെ വീണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാക്കിങ് കുറച്ച് അധികമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ മുറിച്ച് ഒഴിവാക്കി. പിന്നെ നമ്മളെ പഴയതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് പാക്കിങ്ങേ ഇല്ല. അതാണ് വേഗം കൂളായിട്ട് ഊരി പോകുന്നത്. പക്ഷെ നമ്മളെ പരിപാടിയൊക്കെ കഴിയുന്നുണ്ടോ. ഇനി നമുക്ക് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കയറ്റിയിട്ട് ബാക്കിയുള്ള ഇത് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ, നമ്മളെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കുന്നത്. ഒന്നാമതുള്ള കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാക്കിങ് ഹൈറ്റ് കൂടിപ്പോയതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ഒരു പീസ് പൊന്തിപ്പോയത്. അപ്പോൾ നമ്മൾ പാക്കിങ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം കട്ട് ചെയ്തപ്പം സംഗതി സെറ്റായി. ഇപ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ. ഇതൊരു ഡെയിലി ഒബ്സർവേഷൻ പോലെ ആയിപ്പോയി, അത് നോക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അണ്ടർ സീറ്റിംഗ് വെച്ച് കാണാം. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ലൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നൈറ്റ് എടുക്കുകയാണ്. വണ്ടിക്കൊന്നും കുഴപ്പം ലൈറ്റിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ അണ്ടർ സീറ്റിംഗ് എക്സോസ്റ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം